ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി വെൽക്കം ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ പാലിരിക്കുന്നുണ്ട്, പക്ഷേ ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടേസ്റ്റി വെൽക്കം ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-7 അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഒരു 3-4 വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ആ ഒരു വെള്ളം അങ്ങ് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കയ്യിൽ ബദാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 7-8 എണ്ണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ തൊലി പതുക്കെ ഒന്ന് അങ്ങ് മാറ്റിക്കളയുക. അതായത് കുറച്ച് ചൂടുവെള്ളത്തിൽ 10-15 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ തൊലി ഇതുപോലെ അങ്ങ് കളയാനായിട്ട് പറ്റും. ബദാം ഇപ്പം ഞാൻ കയ്യിലുള്ളത് കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള പാൽ തന്നെയാണ്. അതായത് നിങ്ങൾ കാച്ചിട്ടുള്ള പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങനെ എടുത്തിട്ടുള്ള പാൽ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് പിന്നെ ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു 3 ആൾക്കൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ തന്നെ മതിയാവും. പിന്നെ നല്ല തണുത്തിട്ടുള്ള 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് തിക്കായിട്ടുള്ളൊരു ജ്യൂസായിട്ടല്ല ചെയ്യുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഏലക്കായ തൊലി മാറ്റിയിട്ട് സീഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ചുകൂടെ നല്ല വെള്ളം ചേർത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. വേറെ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില മിക്സിയിലാവുന്ന സമയത്ത് ഇത്രയും പാലും കുറച്ച് കാഷ്യും ബദാമും ആവുന്ന സമയത്ത് അത് അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ ബദാമും അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് ഒരു ഇത്തിരി പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാലും ബാക്കി കാര്യങ്ങളും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. പിന്നെ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് കടിക്കുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിലാകുമ്പോൾ ഒന്നിച്ച് കറക്റ്റായിട്ടുണ്ടെങ്കിൽ അരഞ്ഞ് റെഡിയാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എളുപ്പത്തിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കുതിർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് 10-15 മിനിറ്റൊക്കെ സമയം വേണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബദാം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഇത്തിരി അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പാലും ബാക്കി കാര്യങ്ങളും ചേർത്തിട്ട് ആ ഒരു പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്നിപ്പോൾ അരച്ചെടുക്കുന്നുണ്ട്. അടുത്ത് റെഡിയാക്കിയിട്ടുള്ള ഇത് നമ്മൾ ഒന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അരിക്കണം അത്ര നിർബന്ധമില്ല കേട്ടോ, കാരണം ചെറിയ ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഏലക്കായ ഉണ്ടായതുകൊണ്ട് ഒരു തൊലി ഉള്ളത് കൊണ്ട് തന്നെ ഒന്നങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. ഏലക്ക തൊലിയില്ലാതെ നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടിയായിരുന്നു ഇതിൽ ചേർത്തതെന്നുണ്ടെങ്കിൽ ഇതിന് അരിക്കേണ്ട ആവശ്യം വരില്ല. കാരണം കുറച്ച് നമ്മളെ ബദാമും അണ്ടിപ്പരിപ്പ് ഇത്തിരി കടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മൾ സാധാരണ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ജ്യൂസ് പോലെ ഒന്നും അത്രയ്ക്ക് കട്ടിയൊന്നും ഉണ്ടാവില്ല, കാരണം വേറെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. ആ ഒരു വെള്ളം പോലെ തന്നെ ഉണ്ടാവുള്ളൂ. വളരെ കുറഞ്ഞ പാലും എടുത്തിട്ടുള്ളൂ, ബാക്കി വെള്ളം തന്നെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഇതിനുണ്ടാവുക. പിന്നെ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ജ സീഡ്സ് ഒരിത്തിരി ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ കുറേ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെ 1 ടീസ്പൂൺ എടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൊത്തത്തിലുള്ള ഈ ഒരു ഡ്രിങ്കിലേക്ക് അങ്ങനെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. അടുത്തതിൽ ഞാനൊരു ഇത്തിരി പിസ്ത പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടോ. പിസ്തപ്പൊടി ഒരു ഗ്രീൻ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു ഇത്തിരി പിസ്തപ്പൊടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ മുൻപ് തേങ്ങാപ്പാൽ കൊണ്ട് എളുപ്പത്തിലൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, തേങ്ങാപ്പാൽ വെള്ളം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് കുറച്ച് സമയം ഗസ്റ്റൊക്കെ വരുന്നതിന് മുൻപ് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റിൽ പ്രശ്നമൊന്നും വരില്ല. അപ്പം ഈ ഒരു രീതിയിലുള്ള ഈസി ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്